എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറേ കിഴികളുണ്ട്. ബിഗ് ബോസ് കിഴിയാണ്. സാധാരണയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓരോരുത്തർക്ക് ഓരോ കിഴിയാണ്. 2 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോസാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെയല്ല. ഇനി ബിഗ് ബോസിന് വേണ്ടി ഒരൊറ്റ കിഴിയാണ്. അതിൽ എല്ലാവരുടെയും പേരുകളുണ്ടാവും. അവരുടെ ഓരോരുത്തരുടെ കിഴി വെച്ച് നമുക്ക് തുറക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കിഴി എടുക്കാം. സന്ധ്യ മനോജ്. അങ്ങനെ ആ ചിരിയും മാഞ്ഞു. മാർഗം കളിയുടെ മഹത്വം ലോകമെങ്ങും എത്തിക്കാൻ ഈ ചേച്ചിക്ക് കഴിയട്ടെ. ഒറ്റച്ചാട്ടത്തിന് ചേച്ചി മലേഷ്യയിലേക്ക്. ഇനി കളി മലേഷ്യയിൽ. ദി ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പോൾ നമുക്ക് അടുത്ത കിഴി എടുക്കാം. പ്രണയരോഗം. തനിക്ക് പ്രണയരോഗമില്ലെന്ന് സൂര്യചേച്ചി. ഇത്രയും നാളും മണിക്കുട്ടൻ്റെ പുറകെ ഒലിപ്പിച്ച് നടന്നതും കല്ലിനോടും മുള്ളിനോടും കാറ്റിനോടും പൂമ്പാറ്റയോട് വരെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചതും ഇതൊന്നും പ്രണയരോഗമല്ല എന്നാണ് ചേച്ചി പറയുന്നത്. ഞങ്ങളത് വിശ്വസിക്കണം. വിശ്വസിച്ചു. അതെന്താണെന്നും കൂടി ഒന്ന് ചേച്ചി പറഞ്ഞു തരണം. അപ്പം നമുക്ക് അടുത്ത കിഴിയിലേക്ക് പോകാം. ഇതാണ് അടുത്ത കിഴി. ആരാന്ന് നോക്കാം. മണിക്കുട്ടൻ. വാളും പരിചയും പടച്ചട്ടയും എടുത്ത് യുദ്ധത്തിനിറങ്ങിയ യോദ്ധാവ് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങി. നിങ്ങൾ തീർച്ചയായും ഫൈനൽ 5-ൽ ഒരു സ്ഥാനം അർഹിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ സ്ഥാനം അർഹിക്കുന്നില്ല. കാരണം ഏത് മാനസികാവസ്ഥയും തരണം ചെയ്യാൻ അർഹതയുള്ളവർക്ക് ഈ സ്ഥാനങ്ങളിൽ ഇടമുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ പോവാതിരിക്കാം. അത് ബിഗ് ബോസിൻ്റെ സീക്രട്ട് ടാസ്കോ പ്രാങ്കോ ആവാം. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ ദുർബലനാണ്. അപ്പോൾ നമുക്ക് അടുത്ത കിഴിയിലേക്ക് പോവാം. ബിഗ് ബോസിലെ കരച്ചിൽ. ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നന്നായിട്ട് കരയുന്നത്? മണിക്കുട്ടനും ഡിംപിളും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ആരായിരിക്കും മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോഴത്തെ പോയിന്റ് നിലയിൽ മുന്നിട്ട് നിൽക്കുന്നത് മണിക്കുട്ടൻ തന്നെയാണ്. ഡിംബു, മണിക്കുട്ടന് കാണിച്ചു കൊടുക്കുക എങ്ങനെയാ ജയിക്കുന്നത്. തോൽക്കാൻ മടിയുള്ള ആളല്ലേ. കിടിലം ഫിറോസ്. ഡിംബലിന്റെ ഔദാര്യത്തിൽ തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണ്ട എന്ന് കിടിലം ഫിറോസ്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആൺകുട്ടികളുടെ നിലപാടാണത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ കിടിലം. ലാലേട്ടൻ വന്ന ദിവസം ഡിംബലിനോട് ചോദിച്ചു കിടിലത്തിനെ പുറത്തു വിടണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഡിംബൽ പറഞ്ഞു വേണ്ട എന്ന്. അന്ന് കൈകൂപ്പി സ്വീകരിച്ച കിടിലൻ ഇന്ന് പറയുന്നു എനിക്ക് ഡിംബലിൻ്റെ ഔദാര്യത്തിലൂടെ നിൽക്കണ്ട എന്ന്. എന്ത് നിലപാടാണ് ഹേ. കിഴിയുടെ ഒരു ഐഡിയ പറഞ്ഞു തരാം. ഒന്നില്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ പോയിട്ട് നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന്. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഡയറക്റ്റ് ലാലേട്ടനോട് പറയൂ ഡിംപിളിൻ്റെ ഔദാര്യത്തിൽ എനിക്കിവിടെ നിൽക്കണ്ട എന്ന്. നമുക്ക് നോക്കാമല്ലോ എന്താ സംഭവിക്കുകയെന്ന്. അടുത്ത കിഴി എന്താ നോക്കാം. ഉഴപ്പനും പഠിപ്പിസ്റ്റും. ഒരു ക്ലാസ് റൂമിൽ ടീച്ചറുടെ വഴക്ക് കേട്ടാൽ ഉഴപ്പനും പഠിപ്പിസ്റ്റും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ബിഗ് ബോസ് ഹൗസിലുമുണ്ട് ഇതുപോലെ 2 പേർ. ഒരു പഠിപ്പിസ്റ്റും ഒരു ഉഴപ്പനും. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഠിപ്പിസ്റ്റ് വാവിട്ട് കരയും. ഉഴപ്പന് ഇതൊക്കെ എന്ത്. അടുത്ത കിഴി കയ്യിലുണ്ട്. എന്താ കിഴിയിൽ നിന്ന് നോക്കാം. ആഹാ, ഈ കിഴിയിലെ സബ്ജക്റ്റ് ഐ ലവ് യു. സൂര്യ ചേച്ചിക്ക് വീണ്ടും ഐ ലവ് യു. പുറകെ കൂടിയ മണിക്കുട്ടൻ കണ്ടം വഴി ഓടിയപ്പോ ഒരു മിനിറ്റ് ആ കണ്ടം ഓട്ടോ ഒന്ന് കണ്ടിരിക്കട്ടെ. പുറകെ കൂടിയ മണിക്കുട്ടൻ ഇതേപോലെ ഓടിയപ്പോ സൂര്യ ചേച്ചി കളം മാറ്റി ഒന്ന് ചവിട്ടി. മറ്റുള്ള താരങ്ങളെ ഒന്നും പിടിച്ചിട്ട് കാര്യമില്ലാന്നറിഞ്ഞപ്പോ മുതലാളിനെ തന്നെ അങ്ങ് പിടിക്കാന്ന് കരുതി. ബോസേട്ടാ ഐ ലവ് യു. ആരെ ജനം സ്വീകരിക്കും, ആരെ ജനം തള്ളിക്കളയും. ആഹാ,
വയലാർ എഴുതുമോ ഇതുപോലെ? ബിഗ് ബോസേ, ബോസേട്ടനെ വളച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. ബിഗ് ബോസേ, ഒന്നുകിൽ മണിക്കൂട്ടൻ ഓടിയതുപോലെ കണ്ടം വഴി ഓടുക, അല്ലെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ എടുത്തിട്ട് സൂര്യ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തേക്ക്. മണിക്കൂട്ടൻ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. കണ്ടം വഴി ഓടിയ മണിക്കൂട്ടനെങ്ങാനും ഇനി തിരിച്ച് ബിഗ് ബോസിലേക്ക് വരുമോ? പറയാൻ പറ്റൂലേ, ബിഗ് ബോസ് ആയതുകൊണ്ട്. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. വരുന്നുണ്ടല്ലോ കണ്ടം വഴി ഓടിയ മണിക്കൂട്ടൻ. ക്ഷീണിച്ച അവശനായിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. റംസാൻ. ആര് പുറത്തു പോകുമെന്ന് ലാലേട്ടൻ റംസാനോട് ചോദിച്ചപ്പോൾ നമ്മുടെ തക്കുടുവാവ് പറയാണ് സായി പുറത്തു പോകുന്നു. എന്താ കാര്യം? മാപ്പ് പറഞ്ഞില്ല എന്ന് റംസാനോട്. ഇതിന് എന്താ മനസ്സിലായേ? നമ്മളെല്ലാവരും തക്കുടുവാവിൻ്റെ ഫാനാണെന്നാണ് തക്കുടുവാവ് വിചാരിച്ചേക്കുന്നത്. നമുക്ക് അടുത്ത കിഴി തുറക്കാം. അഡോണി. എല്ലാ ആഴ്ചയിലും സായിയെ നോമിനേറ്റ് ചെയ്ത് അവൻ പുറത്തു പോകുന്നത് സ്വപ്നം കണ്ട് റംസാന്റെയും മറ്റുള്ളവരുടെയും കാല് തിരുമ്മി സേഫ് ഗെയിം കളിക്കുന്ന ഒരു മരവാഴ. കഴിഞ്ഞ തവണ ബിഗ് ബോസിൻ്റെ ഒരു ഓഞ്ഞ പ്രാങ്കുകളിൽ രക്ഷപ്പെട്ട ഇവൻ അടുത്ത തവണയെങ്കിലും എലിമിനേഷനിൽ വരണേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആരാ നോക്കാം. ഋതു മന്ത്ര. ആ കാപ്പിരി ചെറുക്കനുമായിട്ടുള്ള കമ്പനി ഇല്ലെങ്കിൽ ബിഗ് ബോസിലെ ഒരു ജെന്യൂൻ പ്ലെയർ ഋതു മന്ത്രയാണ്. ഡിംബൽ, സൂര്യ, രമ്യ ഇവരുമായി കമ്പയർ ചെയ്താൽ വെറുപ്പിക്കാത്ത ഒരു പ്ലെയർ. ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകൾക്ക് വേണ്ടി കുറച്ചെങ്കിലും നിലകൊണ്ടത് ഋതു മന്ത്രം മാത്രമാണ്. അധികം ഷോയൊന്നും ഇല്ലാത്തതിനാൽ ഫൈനൽ 5-ൽ എത്താൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരാൾ. പിന്നെ ചെറിയൊരു ഉപദേശം, ആ കാപ്പിരി ചെറുക്കനുമായിട്ടുള്ള കൂട്ടുകെട്ടങ്ങ് നിർത്തിയേക്ക്. അതാ ഋതു നിനക്ക് നല്ലത്. വലിയ ദോഷം ചെയ്യും. നമുക്ക് അടുത്ത കിഴിയിലേക്ക് പോവാം. ഇതൊരു എക്സ്ക്ലൂസീവ് കിഴിയാണ്. കണ്ടം വഴി ഓടിയ മണിക്കൂട്ടൻ തിരിച്ചു വന്നു എന്ന് കേൾക്കുന്നു. ഓടിയ വഴിക്കുള്ള പുല്ലല്ല, വീണ്ടും മുളച്ചു എന്നും കേട്ടു. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് കിഴി ഇവിടെ തീരുകയാണ്. ഇത് ഇവിടെ ഒരു എൻഡ് കാർഡ് കാണിക്കുന്നുണ്ട്. നമ്മുടെ മറ്റൊരു ചാനലായ പിക്കോ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും. ബൈ.